ശ്രമിക്കണം. ചാപ്റ്റർ നമ്പർ 18 ന്യൂക്ലിയൈ. ഇപ്പൊ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ ആറ്റത്തെ കുറിച്ച് പഠിച്ചു. ഇതിപ്പോൾ ഒരു ആറ്റം എന്ന് പറയുമ്പം ഒരു ഹൈഡ്രജൻ ആറ്റാണെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു പ്രോട്ടോൺ കാണും, ഒരു ന്യൂട്രോൺ കാണും, അതിന് ചുറ്റും ഒരു ഷെല്ല് കാണും, ആ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കാണും. സോ ഇസഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ആയിരിക്കും. അല്ലെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. അതിനുശേഷം നമ്മൾ പറയുന്നത് എ, മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്നാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അതായത് ഇത് രണ്ടും ന്യൂക്ലിയസിൽ കാണുന്ന പാർട്ടിക്കിൾസ് ആണ്. അതിനെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. സോ ന്യൂക്ലിയോൺസ്, ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് മീൻസ് the number of proton and number of neutron within the nucleus. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10⁻⁻10 മീറ്റർ ആണ്. അപ്പം അതിൻ്റെ ഏറ്റവും നടുക്കുള്ള ചെറിയ ഒരു പോർഷനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി 10⁻⁻14 മുതൽ 10⁻⁻15 മീറ്റർ അത്രയും സൈസ് ആയിരിക്കും. ഇനി ഒരു ന്യൂക്ലിയസ് എപ്പോഴാണ് സ്റ്റേബിൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസിനുള്ള ഒരു ജനറൽ ഫോർമുലയുണ്ട്. That is R is equal to R0 a raised to 1/3. അതായത് ഏത് മോളിക്യൂളിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ആറ്റത്തിൻ്റെ ആണെങ്കിലും റേഡിയസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് R0 ഇൻറ്റു എ റേസ് ടു 1/3. R0 എല്ലാത്തിനും കോൺസ്റ്റൻ്റ് ആണ്. R0യുടെ വാല്യൂ ആണ് 1.2 ഫെംറ്റോമീറ്റർ. 1 ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻15. ദാറ്റ് മീൻസ് 1.2 ഇൻറ്റു 10⁻⁻15 മീറ്റർ. അപ്പം നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് എ മോളിക്യൂൾ. ഇപ്പം ഒന്ന് കൺസിഡർ ചെയ്തേ ക്വസ്റ്റ്യൻ നമ്പർ 1. ലിഥിയം 2,4 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലിഥിയത്തിൻ്റെ താഴെ ഇടതുവശത്ത് എഴുതുന്ന 2 അതിൻ്റെ ആറ്റോമിക് നമ്പർ, മുകളിൽ വലതുവശത്ത് അല്ലെ ഇടതുവശത്ത് എഴുതുന്നതാണ് അതിൻ്റെ മാസ് നമ്പർ. ഇപ്പം ലിഥിയം 2,4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 2. മാസ് നമ്പർ എത്രയാണ്? 4. അങ്ങനെയെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് എത്രയായിരിക്കും? R is equal to R0 ഇൻറ്റു എ റേസ് ടു 1/3. ഇവിടെ എത്രയാണ് അതിൻ്റെ വാല്യൂ അറിയുന്നത്? 1.2 ഇൻറ്റു 10⁻⁻15 ഇൻറ്റു മാസ് നമ്പർ എത്രയാണ്? 4 റേസ് ടു 1/3. അപ്പം മനസ്സിലായോ? ഒരു പ്രോബ്ലമായിട്ട് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കിട്ടിയോ? റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് എനി എലമെൻറ്റ്, ഏതൊരു എലമെൻറ്റിൻ്റെയും ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ സൈസ് കാണാനുള്ള ഇക്വേഷനാണ് R is equal to R0 a raised to 1/3, where R0 is equal to 1.2 FM നോർത്താൽ മതി, 1.2 നോർത്താൽ മതി. 1.2 ഫെംറ്റോമീറ്റർ,
That means 1.2 into 10 raised to minus 15 meter. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഏതൊരു ആറ്റത്തിൻ്റെ കണ്ടുപിടിക്കണമെങ്കിലും ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ റേസ് ടു 1/3 എടുത്താൽ മതി. അതാണ് നമുക്ക് ആദ്യം പഠിക്കാൻ. ഇനി ഞാൻ പണ്ട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, ദ യൂണിവേഴ്സിലെ ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ് ഏതാണ്? ഏറ്റവും ചെറിയ യൂണിവേഴ്സിലെ ഏറ്റവും ചെറിയ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും ചെറുത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അവിടെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആയത്? ന്യൂക്ലിയസിൽ ആരൊക്കെയാ ഉള്ളത്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന്റെ ചാർജ് എത്രയാണ്? നെഗറ്റീവ്. ഇലക്ട്രോണിന്റെ എന്നാ സോനു? ഇലക്ട്രോണിന്റെ ആണ് നെഗറ്റീവ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ചാർജ് ലെസ്. അപ്പം നമ്മൾ പറയുന്ന നമ്മുടെ ന്യൂക്ലിയസിൽ ഇപ്പോൾ വലിയൊരു ആറ്റോമിക് നമ്പർ 82 ആറ്റോമിക് നമ്പർ ഉണ്ടെന്നുള്ള എലമെൻ്റാന്ന് വെക്കുക, X82. അപ്പം എന്നാ കാണിക്കും? 82 പോസിറ്റീവ് ചാർജ് ഇതിനകത്തുണ്ടല്ലേ. ബാക്കിയുള്ളത് മുഴുവൻ ഇതിനകത്ത് കിടക്കുന്നത് ന്യൂട്രോൺസ് ആണ്, ചാർജ് ഇല്ലാത്തതാണ്. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത്, ഏത് അപ്രോക്സിമേറ്റ്ലി 10⁻⁻15 ഒന്ന് എഴുതി വെച്ച് 14 പൂജ്യം ഇടത്തോട്ട് മാറ്റി കുത്തിട്ട് കഴിയുന്ന അത്രയും ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയും പോസിറ്റീവ് ചാർജിനെ കൂളോംബിക് റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ. ഒരേ ചാർജ് ആണെങ്കിൽ അത് തമ്മിൽ എന്നാ ചെയ്യും? റിപ്പൽ ചെയ്യും. ആ കൂളോംബിക് റിപ്പൾഷനെ ഓവർകം ചെയ്യണം. ഓവർകം ചെയ്തുകൊണ്ട് പിടിച്ചു നിർത്തുന്ന ആ ഫോഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂക്ലിയോൺസിനെ, അതായത് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂക്ലിയസിൽ പിടിച്ചു നിർത്തുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി BE. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു, നമ്മളുടെ എനർജി ഇക്വേഷൻ mc² പകരം ഡെൽറ്റ mc² എന്ന് പറയും. where delta m is the mass defect. അതൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മെയിൻലി 2 കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈക്വൽ ടു R0 a⁻1/3. പിന്നെ പറഞ്ഞത് ആ R0 റേഡിയസ് ആയ ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോൺസിനെ പിടിച്ചു നിർത്തുന്ന സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ആ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സിനെ ന്യൂക്ലിയോണിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി. ആ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനാണ് ഡെൽറ്റ mc², where ഡെൽറ്റ m is the mass defect. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമാണ് പഠിക്കാൻ. നേരത്തെ ചോദിക്കുന്ന ചോദ്യമാണ് ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ഔട്ട് the binding energy. ഇത് പഠിപ്പിച്ച് തീർന്നതല്ലേ നിങ്ങളെ എല്ലാവരെയും? ഫൈൻഡ് ഔട്ട് the binding energy of ലിഥിയം 37. ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ എത്രയാ? അപ്പം ഹലോ, നിങ്ങളെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് അവിടെ മ്യൂട്ടായി വെച്ച് ക്ലാസ് നടക്കൂല. ആറ്റോമിക് നമ്പർ എത്രയാ? 3. മാസ് നമ്പർ എത്രയാ? 7. വിത്ത് ആക്ച്വൽ മാസ് 1
7.01657 അത്രയും ആറ്റോമിക് മാസ് യൂണിറ്റ്. AMUവിന്റെ യൂണിറ്റ് ആകട്ടെ, AMUവിന് പകരം യു എന്ന് കാണും. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം മനസ്സിലാക്കണം. ഫൈൻഡ് ഔട്ട് ദ ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞേ. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ, where delta M equal to mass defect. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിന്റെ മാസ്. അപ്പം ഇസഡ് ആറ്റോമിക് നമ്പർ ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം എത്രയാ ന്യൂക്ലിയസിൽ. മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രോൺ കിട്ടും. അതേ ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ. അപ്പം മൊത്തം മാസ്സായി മൈനസ് ആക്ച്വൽ മാസ്. ഇതാണ് ഇക്വേഷൻ, ഡെൽറ്റ എമ്മിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഇസഡ് എത്രയാണ്? ഹലോ, ഇസഡ് എത്രയാണ് ചോദ്യത്തില്? ഡെൽറ്റ എം കാണാൻ ഇസഡ് എന്ന് പറയുന്നത് 3 3 ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ. ഒന്നെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കണം, അല്ലെ ക്ലാസ് ടേബിളിലുണ്ട്. 1.00759 atomic unit and mass of the neutron is equal to 1.00897 unit. Z into mass of the proton 1.00759 plus A minus Z. A എന്ന് പറഞ്ഞ മാസ് നമ്പർ ആണ്. 7 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്രയാവും? 4 ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ 1.00897 അത്ര ആറ്റോമിക് മാസ് യൂണിറ്റ് മൈനസ് ആക്ച്വൽ മാസ് 7.01657 അതേ ഇൻറ്റു സി സ്ക്വയർ ആണ് അല്ലേ, ഈ കാണിക്കുക. അപ്പം ആദ്യം ഡെൽറ്റ എം കണ്ടുപിടിക്കണം. അപ്പം നമുക്കിത് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഡെൽറ്റ എം എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. ആദ്യം എന്നാ ചെയ്യണം? ഇത് ഒരുമിച്ച് ചെയ്യണം. അതിൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടത്. മൈനസ് ആക്ച്വൽ മാസ്. അപ്പോൾ 3 ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണം ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ. അപ്പോൾ ന്യൂക്ലിയസിലുള്ള മൊത്തം സാധനമായി മൈനസ് ആക്ച്വൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. പറഞ്ഞ മീ ടു ആൻസർ എത്ര കിട്ടി? 0.42 0.0 അല്ലേ? 0.0 ഉണ്ടല്ലേ? വെരി ഗുഡ്. 0.04217 ആണോ? വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഇത് ഡെൽറ്റ എം കിട്ടി. എന്നാൽ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു ഇക്വേഷൻ? ഈ കിട്ടിയ ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ എന്നാണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് സി. വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ വാല്യൂ എത്രയാണ്? 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതിനൊരു കാര്യം ചെയ്താൽ മതി. ഡെൽറ്റ എം കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ എമ്മിനെ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ബൈൻഡിങ് എനർജി കിട്ടാൻ. ഇത് ഞാൻ പഠിപ്പിക്കുന്ന പോലെ തന്നെ ഓർത്തിരിക്കണം പ്രോബ്ലം ചെയ്യാൻ. അവിടെ കിടന്ന് സി സ്ക്വയർ ഒക്കെ കണ്ടുവച്ച് പിന്നെ യൂണിറ്റ് മാറ്റാൻ പോകരുത്. ഇവിടം വരെയും കിട്ടിയത് ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അതിനെ നേരെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിന്റെ എനർജി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 1.6 ഇൻറ്റു 10⁻⁻, അതിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സി സ്ക്വയർ കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 931 MeV. അങ്ങനെയെങ്കിൽ ഈ കിട്ടിയ ഉത്തരത്തിന് ഇതുകൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ബൈൻഡിങ് എനർജി എത്രയാണ്? Therefore binding energy is equal to
0.042117 ഇൻറ്റു 931 ദാറ്റ് മച്ച് ഓഫ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. എത്ര കിട്ടി? $39.26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടിയല്ലേ? അത് ബൈൻഡിങ് എനർജി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്നാണ്? ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്നാന്നാ ഞാൻ പറഞ്ഞു തന്നത്? വാട്ട് ഈസ് മീൻ ബൈ ന്യൂക്ലിയോൺസ്? ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. അപ്പം ഇതിനകത്ത് എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? മൊത്തം എത്രയുണ്ട്? 7. അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാല് കിട്ടിയ ബൈൻഡിങ് എനർജീനെ മൊത്തം ന്യൂക്ലിയോണിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ബൈൻഡിങ് എനർജി അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 39.26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 7. എത്ര കിട്ടും? എത്ര ആൻസർ എടുക്കണേ? അത് തന്നെ. ആൻസർ എത്ര കിട്ടി? ദിയ, ആൻസർ എത്ര കിട്ടി? 5.608 ആണോ? 5.681 ആയിരുന്നു. പോട്ടെ. ദാറ്റ് മച്ച് ഓഫ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. വേറെ ആർക്കെങ്കിലും വേറെ ഉത്തരം കിട്ടിയോ? ഇല്ല. അപ്പൊ ഇതൊരു ചോദ്യമാണ്. ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയോൺ അല്ലെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യും? ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എം സി സ്ക്വയർ. ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കണം. മൈനസ് ആക്ച്വൽ മാസ്, ദാറ്റ് മീൻസ് ഇസഡ് ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ മൈനസ് ആക്ച്വൽ മാസ്. ഇവിടെ ആറ്റോമിക് നമ്പർ 3 ആണ്. അപ്പം 3 ഇൻറ്റു മാസ് ഓഫ് ദ പ്രോട്ടോൺ പ്ലസ് 7 മൈനസ് 3 4 ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂട്രോൺ മൈനസ് ആക്ച്വൽ മാസ് മൈനസ് 7.0165. അപ്പം നമുക്ക് എന്നാ കിട്ടി? അതിൻ്റെ ചെയ്ത വാല്യൂ 0.04217 ആറ്റോമിക് മാസ് യൂണിറ്റിന് കിട്ടി. ഇനി അതിനെ ബൈൻഡിങ് എനർജി കാണാൻ വേണ്ടി ഇത് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കണം. ഇല്ല അവിടെ മണിക്കൂറുകളോളം അവിടെ കിടന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കൊണ്ട് നിന്ന് പോകും. കിട്ടുന്ന ഡെൽറ്റ എമ്മിനെ 931 MEV കൊണ്ട് ഗുണിക്കണം. അപ്പം ബൈൻഡിങ് എനർജി കിട്ടി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണെങ്കിൽ മൊത്തം ന്യൂക്ലിയോണിന്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. 3 മാർക്കിന്റെ ചോദ്യമാണിത്. ഇതിന്റെ ഓപ്ഷൻ എ ആയിട്ട് ചോദിക്കാം. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഏതാ? ന്യൂക്ലിയർ ഫോഴ്സ്. അതിന്റെ കാരണം എന്നാ? അതെല്ലാം റിപ്പൽ ചെയ്യാണ്. ബൈൻഡിങ് എനർജി മൂലമാണ്. ബൈൻഡിങ് എനർജി എത്ര സ്ട്രോങ്സ്റ്റ് ആണ്? ഫൈൻഡ് ഔട്ട് ദ ബൈൻഡിങ് എനർജി. എല്ലാവരും ചോദിച്ചു കഴിയുമ്പോൾ 3 ആദ്യത്തേന് അരയാണെങ്കിൽ 3 അരയും 1.5. 5 മാർക്ക് അല്ലെ 4 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണിത്. ഓക്കെ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും ചെയ്തെടുത്തായിരുന്നോ? ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അനുസരിച്ച് മാസ് നമ്പർ അനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ ബൈൻഡിങ് എനർജി വ്യത്യാസപ്പെടുന്നത്? ഇപ്പൊ നോക്കി, ഇത് നമ്മുടെ എക്സ് ആക്സിസ്. ഈ ഗ്രാഫ് വന്നിട്ടായിരിക്കും സ്റ്റേറ്റിന് ചോദ്യം. ഇത് എന്തിന്റെ ഗ്രാഫാണ് അല്ല, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഇതിനകത്ത് എന്താണ് അർത്ഥമാക്കുന്നത്?
ഇതിപ്പം നമ്മുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് ഈ ആക്സിസിൽ. മാസ് നമ്പർ ആണ് ഈ ആക്സിസിൽ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ മാസ് നമ്പർ ഏറ്റവും കുറവുള്ള ഹൈഡ്രജൻ, ഹീലിയൊക്കെ, ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ കാർബൺ 6, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ കയറി 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 ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഇത് മാക്സിമം ആവും. അതിനുശേഷം ഇതിങ്ങനെ കുറഞ്ഞ് 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 ഇങ്ങനെ കുറഞ്ഞു പോരും. ഒത്തിരി മാസ് നമ്പർ കൂടിയാൽ, മാസ് നമ്പർ കൂടുന്നതനുസരിച്ച് ബൈൻഡിങ് എനർജി എന്നാ പറ്റി കുറയും അല്ലേ. അപ്പം ബൈൻഡിങ് എനർജി ഏറ്റവും കൂടുതൽ ഇതായി ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിലാണ്, ഇവിടെ. അല്ലെങ്കിൽ നമുക്കതൊരു വേറെ കളർ കൊണ്ട് വരയ്ക്കാം. ഈ ഒരു പോയിന്റിലെ ബൈൻഡിങ് എനർജി ഏറ്റവും മാക്സിമം ആണ്. ആ എലമെന്റ് ഏതാണെന്നറിയാവോ? അതാണ് ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ ആയ എലമെന്റ്. ഏതാണ് ഈ എലമെന്റ്? മീട്ടു, ദ സ്റ്റേബിളസ്റ്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ് ഏതാണ്? അതും അറിയത്തില്ല. Fe56. അപ്പൊ ഇതിന് താഴെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെ കുറേ എണ്ണം വരയ്ക്കണം. അതിനുശേഷം അയൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ക്രെപ്റ്റൂൺ, റെഡോൺ, സിനോൺ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുറേനിയം 235 അങ്ങനെയൊക്കെ ഇങ്ങനെ വരും. അപ്പം ഇതിന് ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് മാസ് നമ്പർ വളരെ കൂടുതലാണ് അല്ലേ. മാസ് നമ്പർ ഈസ് വെരി ലാർജ്. ഇതിന് താഴത്ത് ഈ വാല്യൂവിലോ മാസ് നമ്പർ എന്ന് പറയണത് വെരി ലെസ്. എന്ന് ഭയങ്കര വലിയൊരു കാര്യം ഞാൻ പറയണത്, ഈ മാസ് നമ്പർ കുറഞ്ഞ അയണിനേക്കാൾ താഴെ വരുന്നതൊക്കെ ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തും. അതായത് ചെറിയ 2 ആറ്റങ്ങളാണ്, അവ രണ്ടും കൂടിച്ചേർന്ന് വലിയൊരാറ്റമായി മാറും. ന്യൂക്ലിയർ ഫ്യൂഷൻ ഇൻ ദ കേസ് ഓഫ് നമ്മൾ പറയുന്ന പോലെ ആറ്റം ബോംബൊക്കെ. ഇനി ഇവിടെ വന്നു കഴിയുമ്പം വലിയ ഒരാറ്റമാണ്. യുറേനിയം 235 ഒക്കെ ആണെങ്കിൽ, അല്ലെ 238 ആണെങ്കിൽ വലിയ ആറ്റമാണ്. അത് ന്യൂക്ലിയർ ഫിഷൻ പൊട്ടിത്തെറിക്കുക, ന്യൂക്ലിയർ ഫിഷന് അണ്ടർഗോ ചെയ്യും. ന്യൂക്ലിയർ ഫിഷൻ അണ്ടർഗോ ചെയ്ത് അത് 2 ചെറിയ ആറ്റങ്ങളായി മാറും. അപ്പം അതിൻ്റെ കൂടെ ന്യൂട്രോണും പുറത്തു പോകും, 2 ന്യൂട്രോണും പുറത്തു പോകും. പിന്നെ ഇത് വീണ്ടും ചെറുതാകും, ഡിസിൻറ്റഗ്രേഷൻ നടന്ന് വീണ്ടും 2 എണ്ണമാകും, ഇതും വീണ്ടും 2 എണ്ണമാകും. അപ്പോഴും ന്യൂട്രോൺ പുറത്തു വിടും. അത് കൊളൈഡ് ചെയ്ത് വീണ്ടും ഇത് 2 ആകും, ഇത് 2 ആകും, ഇത് 2 ആകും, ഇത് 2 ആകും. ഇതാണ് കണ്ടിന്യൂവസ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതായത് മാസ് നമ്പർ വളരെ കൂടുതലുള്ള ഒരു ആറ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വേറെ 2 എലമെൻ്റായി മാറും. അപ്പോൾ അതൊരു ഹൈ എനർജി പുറത്തു വിടും, ഒരു ഹൈ എനർജി ഇവിടെ പുറത്തു വിടും. അതാണ് നമ്മൾ ഈ എനർജിയാണ് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. പറഞ്ഞു തരാം. അതുപോലെ അവ വീണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് 2 ആവും. 1 2 ആയി, 2 4 ആയി, 4 8 ആയി, 8 16 ആയി, അങ്ങനെ ഇങ്ങനെ പോകും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലെ ന്യൂക്ലിയർ ബോംബുകൾ എന്ന് പറയും. ഈ ഹിരോഷിമ നാഗാസാക്കിയിലൊക്കെ ചെയ്ത ഇതാണ്. വലിയ ഒരെണ്ണം കൊണ്ടുപോയിട്ട് അത് പൊട്ടിച്ച് ഇങ്ങനെയായി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആ നാട് മുഴുവൻ നശിക്കുന്ന അവസ്ഥയിലേക്ക്. സോ ഇറ്റ് ഈസ് എവറിത്തിങ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് നമ്പർ. മാസ് നമ്പർ കുറവാണെങ്കിൽ ബൈൻഡിങ് എനർജി കുറവാണ്. മാസ് നമ്പർ കുറവാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചത് ബൈൻഡിങ് എനർജി കൂടുതലാണ്. മാസ് നമ്പർ കൂടുതലാണെങ്കിൽ ബൈൻഡിങ് എനർജി കൂടുതലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും സ്റ്റേബിളായ യൂണിവേഴ്സിലെ എലമെന്റ് എന്ന് പറയുന്നതും ഏതാണ്? Fe56 ആണ്. അതിൽ താഴെയുള്ളവൻ ന്യൂക്ലിയർ ഫിഷൻ നടത്തും,
അതിന് മുകളിലുള്ളവൻ ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തും. മനസ്സിലായോ? മനസ്സിലായോ ദിയ? ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ളതാണ് ഐസോടോപ്പ്. ഇനി സെയിം മാസ് നമ്പറും പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പർ ഉള്ളതാണ് ഐസോബാർ. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളതാണ് ഐസോട്ടോൺസ്. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എന്നാണ്? സെയിം ആറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ളതാണ് ഐസോടോപ്പ്. സെയിം മാസ് നമ്പറും ഡിഫറൻറ്റ് ആറ്റോമിക് നമ്പറും ഉള്ളതാണ് ഐസോബാർ. ഒരേ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളതാണ് ഐസോട്ടോൺസ്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? എന്നാ ഞാനൊരു ഉദാഹരണം എഴുതാം. ഹൈഡ്രജൻ 1,1, ഹൈഡ്രജൻ 1,2. ഇത് രണ്ടും ഐസോടോപ്പ് ആണോ, ഐസോബാർ ആണോ, ഐസോട്ടോൺ ആണോ? ആദ്യം എഴുതിയിരിക്കുന്നത് ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഇപ്പൊ എഴുതിയിരിക്കുന്ന അതിന്റെ പേര് പറ. ഐസോടോപ്പ് ആണോ, ഐസോബാർ ആണോ, ഐസോട്ടോൺ ആണോ? അമ്മേ ഇത് ഐസോടോപ്പ് ആണോ, ഐസോബാർ ആണോ, ഐസോട്ടോൺ ആണോ? രണ്ടിന്റെയും ആറ്റോമിക് നമ്പർ ആണല്ലേ സെയിം. അപ്പം ഇത് രണ്ടും ഏതാണ്? ഐസോടോപ്പ്. അപ്പൊ ഇങ്ങനെ കുറെ എക്സാമ്പിൾ തരും. അതിനകത്ത് ഐസോടോപ്പുകളെ പിറക്കി എഴുതണം, ഐസോബാറുകളെ പിറക്കി എഴുതണം, ഐസോട്ടോണുകളെ പിറക്കി എഴുതണം. ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. ക്വസ്റ്റ്യൻ 1, H11, H13, H12, He23, H112, H13 മൂന്നും H13 ഓർമ്മ ഉണ്ട് കേട്ടോ. H13, കാർബൺ 613, നൈട്രജൻ 714, ഓക്സിജൻ 815. ഇതില് ഐസോടോപ്പുകൾ ഉള്ളവ ഏത്? അല്ല, ഏതൊക്കെയാണ് ഐസോടോപ്പുകൾ, ഏതൊക്കെയാണ് ഐസോബാറുകൾ, ഏതൊക്കെയാണ് ഐസോട്ടോണുകൾ? പെട്ടെന്ന് എഴുതിക്കേ. എഴുതിയോ മീട്ടു? ഒരേ ആറ്റോമിക് നമ്പർ ഉള്ളത് ആരൊക്കെ അതിനകത്ത്? ഇതൊരേ ആറ്റോമിക് നമ്പർ അല്ലേ? ഇതുണ്ട്, 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 ഇതുണ്ട്. ഇത് രണ്ടും ഒരേ പേരാണ്, അതുകൊണ്ട് അത് 2 പ്രാവശ്യം എഴുതിയെന്നേ ഉള്ളൂ. സോ H11, H13, H12 ഇത് മൂന്നും ഐസോടോപ്പുകളാണ്. ഇനി സെയിം മാസ് നമ്പർ ഉള്ളത് ഇവിടെ ഒരു 3 ഉണ്ട്, ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. ഏതൊക്കെയാണ്? H13, H23. കാരണം ഇതൊന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ H13 തന്നെയാണ്, അത് മുകളിൽ എഴുതിയിട്ടുണ്ട്. H13 അത് മൂന്നും ഏതുകളാണ്? ഐസോബാറുകളാണ്.
ഐസോടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ ന്യൂക്ലിയോൺസിന്റെ എണ്ണം കിട്ടും. 13 - 6 എത്രയാ? 7. 14 - 7 എത്രയാ? 7. 15 - 8 എത്രയാ? 7. അപ്പൊ ഈ 3 എണ്ണത്തിന്റെ കേസിലും മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പം നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് സെയിം ആണ്, എല്ലാം 7 ആണ്. സോ കാർബൺ 6 13, നൈട്രജൻ 7 14, ഓക്സിജൻ 8 15, ഇത് മൂന്നും ഐസോടോണുകളാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് എക്സാമ്പിളുകൾ പരീക്ഷയ്ക്ക് തന്നേച്ച് ഇവ തമ്മിൽ എന്നാ വ്യത്യാസം എന്ന് ചോദിക്കാം. അപ്പൊ അവർ എഴുതണം ആദ്യം. അക്കോർഡിംഗ് ടു nucleus or based upon the number of nucleons which are classified into three category: isotope, isobar, isotones. In isotope there are equal number of atomic number. In isobar mass number is different. In isotope atomic number is same, mass number is different. In isobar mass number is same, atomic number is different. In isotones number of neutrons is same. മനസ്സിലായോ ചെയ്യാൻ? അടുത്ത ഹെഡിങ് ആണ് ആൽഫ ബീറ്റ ഗാമ ഡീകെ. So next heading alpha beta gamma decay. Alpha particle, beta particle, gamma particle. അതായത് നമുക്കിപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇപ്പം എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണെന്ന് ഇരിക്കട്ടെ. ഇസഡ് ആണ് ആറ്റോമിക് നമ്പർ, എ ആണ് മാസ് നമ്പർ എങ്കിൽ അതൊരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പുതിയതായി ഉണ്ടാകുന്ന എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. പറഞ്ഞ മനസ്സിലായോ? ആൽഫ പാർട്ടിക്കിൾ അതിനെ പറ്റും ആറ്റോമിന്. അപ്പോൾ നമുക്കൊരു എലമെന്റ് തരും, എന്നിട്ട് ഇത് ആൽഫ എമിഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. പ്രോബ്ലം ഓറിയന്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക് കൈ പിടിച്ചാണ് ചെയ്യുന്നത്. ബി വെരി കെയർഫുൾ, നന്നായിട്ട് ശ്രദ്ധിച്ചിരി. ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 1 കൂടും, Z+1 ആവും, മാസ് നമ്പറിന് വ്യത്യാസമൊന്നും ഇല്ല, ഏ തന്നെയായിട്ട് നിൽക്കും. ഇനി ഗാമ എമിഷൻ ആണെങ്കിൽ നോ ചേഞ്ച്, ആറ്റോമിക് നമ്പറും അത് തന്നെ, മാസ് നമ്പറും അത് തന്നെ. പറഞ്ഞത് മനസ്സിലായോ? ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ബീറ്റ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പറിൽ മാറ്റമില്ല. ഗാമ ആണെങ്കിൽ 1-ലും ഒരു ചേഞ്ചും ഇല്ല. ഈ ഐഡിയ മനസ്സിലായോ? വീട്ട് പറഞ്ഞ ഓരോ കേസിലും എന്നാ സംഭവിക്കും? ചോദ്യം കണ്ടോണം. യുറേനിയം 238, 92 ആറ്റോമിക് നമ്പർ, 238 മാസ് നമ്പർ ഉള്ള യുറേനിയം ആൽഫ പാർട്ടിക്കിൾ എമിഷൻ നടന്ന് തോറിയവും ഹീലിയവുമായ, തോറിയത്തിന്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ എഴുതുക, ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതുക. പെട്ടെന്ന് പറഞ്ഞേ. ഇവിടെ ആൽഫ എമിറ്റ് ചെയ്താൽ ആറ്റോമിക് നമ്പർ എത്ര കുറയുമെന്നാ പറഞ്ഞേ?
ആറ്റോമിക് നമ്പർ എത്ര കുറയുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പോകാം, ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് പോ. ആറ്റോമിക് നമ്പർ എത്ര കുറയുമെന്നാ പറഞ്ഞത്? ആൽഫ പാർട്ടിക്കിളിന് ആറ്റോമിക് രണ്ട് കുറയുമ്പോൾ ഇത് എത്രയായി? 90. മാസ് നമ്പർ 4 കുറഞ്ഞാൽ എത്രയായി? 238 4 കുറച്ച് എത്രയാ? 234 അപ്പൊ മിച്ചമുള്ളത് എത്രയുണ്ട്? ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. മനസ്സിലായോ? ഇങ്ങനെയാ പ്രോബ്ലം ചോദിക്കുന്നത്. ബീറ്റയുടെ ഒരെണ്ണോടെ ചെയ്തിട്ട് പോവും. കാർബൺ 614 ബീറ്റ എമിഷൻ നടന്ന് നൈട്രജൻ ആയാൽ അതിന്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ എത്രയായിരിക്കും? ബീറ്റ എമിഷൻ ആണ് ആറ്റോമിക് നമ്പർ തന്നെ. ആറ്റോമിക് നമ്പർ 7. വെരി ഗുഡ്. മാസ് നമ്പർ 14 തന്നെ. 14 തന്നെ. അതിന് മാറ്റം ഒന്നും ഇല്ല. പ്ലസ് ഇവിടെ ഒരെണ്ണം -1 ആയി പോയില്ലേ, അതിന് നമ്മൾ ആന്റി ന്യൂട്രിനോ എന്നൊക്കെ പറയും. ബീറ്റ -1 0 എന്നൊക്കെ എഴുതും. അത് പൊക്കോട്ടെ, ഇത് എഴുതാൻ പഠിച്ചാൽ മതി. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ട് എഴുതി എടുക്കുക. ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ ആറ്റോമിക് 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ബീറ്റ ആണ് ആറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പർ നോ ചേഞ്ച്. ഗാമയാണെങ്കിൽ there is no change.